ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ചിക്കനെ ചുടണതും കരിക്കണതും അങ്ങനെ പല രീതിയിൽ ചിക്കൻ ഉണ്ടാക്കുന്നതാണ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ബക്കറ്റോ അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുഴുവൻ ചിക്കനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരെയാൽ നല്ലോണം ഒന്നും മുറിയരുത് കേട്ടോ. അപ്പം വേറിട്ട് നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് മസാല ഒക്കെ എല്ലായിടത്തും ആവാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഇതുപോലെ വരിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരിക കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ തന്നെ മസാല തേക്കാം. അല്ലാതെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കനോട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം മസാല തേക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിടക്കണ ചിക്കൻ കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെയല്ല നേരിട്ട് വേണമെങ്കിൽ മസാല തേക്കാട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് 2-3 പച്ചമുളക് ചീന്തിയിട്ടതും കൂടെ ചേർക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് ഈ സ്റ്റെപ്പ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് വെച്ചാൽ മതി. നല്ലൊരു ജ്യൂസി ആയി കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ ചോരൊക്കെ ഇറങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് മസാല തേച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ചെറിയ തക്കാളി, ഒരു വലിയ തക്കാളിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയുള്ളി തന്നെ ഒരു പകുതി കഷ്ണം എടുത്താൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, മല്ലിയില, നാരങ്ങ നീര്. ഈ നാരങ്ങ ഒഴികെ ബാക്കി എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കുകയാണ്. നിങ്ങൾക്ക് പല രീതിയിൽ മസാല ഉണ്ടാക്കാം. പക്ഷെ മെത്തേഡ് ഇത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്താൽ നല്ലൊരു കളർ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ, കുറച്ച് മതി കേട്ടോ, മല്ലിപ്പൊടിയും. പിന്നെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നാരങ്ങ നീര് കുരു ഇല്ലാതെ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു മസാല, ഞാൻ ഇതിൻ്റെ മുന്നേ ഗ്രിൽ ചിക്കൻ ഇട്ട മസാല ഉണ്ട്, അതും വേണമെങ്കിൽ ഫോളോ ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി കൊടുക്കുക. പിന്നെ ഉപ്പിടാൻ മറന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുക. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. ഉപ്പും എരിവും ഒക്കെ കുറച്ചൊന്ന് കൂടി നിന്നാലേ നമ്മൾ മസാല ഒക്കെ പുരട്ടിയൊക്കെ ലാസ്റ്റ് കുക്കായി വരുമ്പോൾ നല്ല പാകത്തിന് വരുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കണേ. ഈ ചിക്കൻ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറായിട്ടോ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. ഇനി ഇതിനെ നമ്മളൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട്, കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. മസാല പുരട്ടുമ്പോൾ അധികം വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം നമ്മൾ മസാല എല്ലാം കൂടെ എടുത്തിട്ട് ചിക്കൻ്റെ മേലെ നന്നായി പുരട്ടണം. അതിന് മുന്നേ കുറച്ചൊരു ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാല മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കണം. നല്ല മസാല ഒക്കെ പുരട്ടി വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് മസാലയിൽ ചിക്കൻ അങ്ങ് കുളിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിലും മസാല ആക്കണം കേട്ടോ. ചിക്കൻ്റെ ഉള്ളിലും ആക്കണം. പിന്നെ വല്ലാതെ ചിക്കൻ്റെ ഉള്ളിലാവരുത്. അങ്ങനെ ആവുമ്പോൾ മസാല കട്ടിയായി കിടക്കും. ജസ്റ്റ് ഒന്ന് ഉള്ളിലൊന്ന് മസാല ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മേലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചിക്കനെ കംപ്ലീറ്റ് ആയിട്ട് മസാലയിൽ ഇതാ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും ഒരു മിനിമം വെക്കുക. ഫ്രിഡ്ജിലാണെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പുറത്താണെങ്കിൽ ഒരു 2-3 മണിക്കൂർ മാക്സിമം വെക്കുക. എന്നിട്ട് നമ്മൾ ഇതാ മസാല ഒക്കെ തേച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാ, ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കനെ നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കോലെടുത്തിട്ട് ഈ ചിക്കനെ ഇതുപോലെ ഈ കോലൊന്ന് കുത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ പാത്രത്തിൽ നല്ലപോലെ നിൽക്കും. ചിക്കൻ വെന്ത് കഴിഞ്ഞേക്കാണെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞൊന്നും പോവില്ല. ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ കാലിൻ്റെ അവിടെ ഒരു കെട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ മേലെയും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ ഒക്കെ ടൈറ്റ് ചെയ്യാം കേട്ടോ, നൂലൊക്കെ ഉപയോഗിച്ചിട്ട്. ഇനി നമ്മളിതിപ്പം ഒരു ഇഡ്ലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്താൽ മതി. സ്റ്റീലാകുമ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും ഉപയോഗിക്കണ കല്ലുപ്പാണ്. അതുകൊണ്ടാണ് കുറച്ച് കരിയൊക്കെ ആയി കിടക്കുന്നത്. അപ്പോൾ ഈ കല്ലുപ്പ് ഇതിൻ്റെ അടിയിലേക്ക്, ഇഡ്ലി ചെമ്പിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലത്തെ ഒരു പാത്രം വെക്കുകയാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തട്ടൊക്കെ വെക്കാം. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ ചിക്കനെ പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിലും വേറെ ചെമ്പട്ടിയിലൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ നിർത്തി കൊടുക്കുക. ഈ കോലുള്ളതുകൊണ്ട് കോലെടുക്കുമ്പോൾ നിങ്ങൾ പാത്രത്തിൻ്റെ സൈസിൽ തന്നെ എടുക്കാൻ നോക്കിക്കാണെങ്കിൽ കറക്റ്റ് ഫിറ്റിൽ ഇതേപോലെ കിടന്നോളും. അപ്പോൾ സൈഡിലൊന്നും ചിക്കൻ്റെ ഒരു ഭാഗം തട്ടരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്നും തിരിഞ്ഞു നോക്കണം. എവിടെയും സൈഡിലൊന്നും തട്ടിയിട്ടില്ല ചിക്കൻ്റെ ഒരു ഭാഗം. ഇങ്ങനെ വെക്കുക. ഈ പാത്രത്തിലേക്ക് ഇതിന്ന് വരുന്ന നെയ്യൊക്കെ ഉറ്റി താഴെ വീണും ചെയ്തോളും. അപ്പോൾ ഇതാ നമ്മളെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ്. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടയ്ക്കണം. എന്നിട്ട് ഗ്യാസുമേലാണ് കേട്ടോ
കത്തിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പത്തും വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആദ്യം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ അതൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒക്കെ ഒന്ന് കുക്കാക്കുക. അപ്പോഴാണ് നല്ലോണം ഇതായി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നല്ലോണം ഇതിലും ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പം പാകത്തിനുള്ള ഇതന്നെ ആക്കിയെടുക്കുക. അപ്പം നമ്മൾ ചിക്കൻ ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പം ടേസ്റ്റൊക്കെ തന്നെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒക്കെ തിന്നാൻ വേണ്ടി കൊതിയാവുന്നുണ്ട്. അപ്പം ഇതാ അടിപൊളിയായിട്ടുള്ള നമ്മളെ ചിക്കൻ ഇതാ ഈ കോലുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ എടുക്കാനും സുഖമാണ്. അധികം വെന്ത് ഉടഞ്ഞിക്കാണെങ്കിൽ ഇങ്ങനെ കോൽമലൊന്നും നിൽക്കലുണ്ടാവില്ല. പിന്നെ ഇതാ നമ്മളിനി ഇപ്പം പൊറാട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വീട്ടിൽ. ഈ പൊറാട്ടൻ്റെ ഒരു കഷ്ണം എടുത്ത് ഈ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കനുമെന്നും ഒരു പീസ് അങ്ങ് എടുത്തിട്ട് മയണൈസിൽ മുക്കി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതാ തനൂനാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ പൊറാട്ടയും ചിക്കനും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.